ശ്രീ മാത്യു കുഴൽനാടൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചത്. പക്ഷേ അതിൽ ഹാജരാവുകയോ വിവരങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. അങ്ങ് എന്താണ് സംശയിക്കുന്നത്? ഇപ്പോൾ നേരത്തെ കെ അനിൽകുമാർ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതൊക്കെ വ്യാജ വാർത്തകളാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ക്രൂശിക്കുന്ന നിലയിലുള്ള വാർത്തകൾ എന്നാണ് നിലവിൽ പ്രതികരിക്കാൻ തയ്യാറായ CPM നേതാവ് കെ അനിൽകുമാർ പറഞ്ഞത്. ഇതില് ഒന്നാമത്തെ കാര്യം, ഈ ഒരു വാർത്ത വന്ന് 24 ദിവസമായിട്ടും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാരോ മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് ലഭിച്ചിരുന്നോ ഇല്ലയോ എന്ന് ഇതുവരെ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതാദ്യം ഇടതുമുന്നണിയിലെ നേതാക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ടവർ പറയാൻ തയ്യാറാണ്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വലിയ വാചാലമായി സംസാരിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ, നിയമമന്ത്രിയുണ്ട്, തദ്ദേശ മന്ത്രിയുണ്ട്. അവരൊക്കെ ഏതെങ്കിലും കാര്യം വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി വക്കാലത്തെടുത്ത് സംസാരിക്കുന്നവരായതുകൊണ്ട് അവരെങ്കിലും ഇതില് യാഥാർത്ഥ്യം ജനങ്ങളോട് പറയാൻ തയ്യാറാണ്. ഇനിയിപ്പോ നോട്ടീസ് ലഭിച്ചിട്ടില്ല എങ്കിൽ, ഇങ്ങനെ ഒരു വാർത്ത അടിസ്ഥാനരഹിതമാണെങ്കിൽ അത് ജനങ്ങൾക്ക് അറിയാൻ പറ്റും. നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് കേസിലാണ്, എന്ത് അലിഗേഷനാണ്, എന്ത് ആരോപണമാണ് അദ്ദേഹത്തിന്? കാരണം ഇത് ആരോപണം ഞങ്ങളാരെങ്കിലും രാഷ്ട്രീയക്കാരല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എതിർപ്പാളയത്തിൽപ്പെട്ടവര് എതിർച്ചേരിയിൽപ്പെട്ടവര് ഉന്നയിച്ചതല്ലല്ലോ. ഒരു ECIR എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി പ്രവർത്തിക്കുന്ന അതിന്റെ ഉപോത്ബലകമായ ഒരു കേസ് നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ ഏത് കേസിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, എന്താണ് അതിലെ അലിഗേഷൻ, എന്താണ് അതിലെ കാര്യങ്ങൾ എന്നറിയാനുള്ള അവകാശവും ജനങ്ങൾക്കുണ്ട്. ഇത് രണ്ടും പറയാത്തതിൽ നിന്നും മനസ്സിലാകുന്നത് സ്വാഭാവികമായിട്ടും ഇത് അടിമുടി ദുരൂഹതയുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി പ്രതികരിക്കുകയാണെങ്കിൽ ലാവ്ലിനുമായി ദീർഘകാലമായി മുഖ്യമന്ത്രിയുടെ മറ്റ് സാമ്പത്തിക താല്പര്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അടക്കം നിലവിൽ കേസ് നിൽക്കുകയാണ്. അപ്പോൾ അത് പിന്നീട് ലേറ്റർ ആയിട്ട് ഇനിയിപ്പോ മറ്റൊരു കാര്യം ഞാൻ എന്നോട് ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മസാല ബോണ്ടിന് വേണ്ടിയിട്ടുള്ള ഫിക്സിംഗ് നടത്തിയതും അത് ആ മസാല ബോണ്ട് വാങ്ങിയതും അതിന്റെ ബെനഫിഷ്യറി എന്ന് പറയുന്നത് ലാവലിന്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ് എന്ന വിവരം നേരത്തെ ഉണ്ടായിരുന്നു. അതാരും നിഷേധിച്ചിട്ടില്ല. അപ്പൊ അതുമൊക്കെയായി ചേർത്ത് വായിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് പ്രതികരിക്കുകയായിരിക്കും അപ്പുറം. എന്ത് തന്നെ ആയിരുന്നാലും ഇനി മുഖ്യമന്ത്രിയുടെ കുടുംബം അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മുങ്ങിയിരിക്കുന്നു. ഇനി ഒരു കാരണം മടിയിലെ കനം കാരണം അദ്ദേഹത്തിന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത നിലയിലേക്ക് മുഖ്യമന്ത്രി കൂനനെ പോലെ വളഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തു വരാൻ അദ്ദേഹത്തിനോ കുടുംബത്തിനോ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരാൻ CPM-നോ കഴിയില്ല. CPM-ന്റെ അടക്കം അടിമേല് മാന്തുന്ന നിലയിലേക്കാണ് ഇപ്പോ സംഭവവികാസം പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരിക്കാം. പ്രതികരണം അറിയിച്ചതിന്